പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദിനം വലിയൊരു അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയൊക്കെ ദിനമാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ +1 വിദ്യാർത്ഥികളൊക്കെ ഇന്ന് സ്കൂളിലേക്കൊക്കെ പോവുകയാണ്. നമുക്കറിയാലോ, അവർ കഴിഞ്ഞ ഒരു 9 വർഷം ട്രെയിൻ ചെയ്തിട്ടാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷ അല്ലേ അവർ പബ്ലിക് എക്സാം എഴുതുന്നത്. ഇന്ന് +1 ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ അടുത്ത വർഷം ഈ സമയത്ത് അവരുടെ +1 റിസൾട്ട് വന്നു. അതുകൊണ്ട് നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് +1 പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ മക്കൾ എന്തായി തീരും, അയ്യോ പറ്റുമോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ടെൻഷനൊന്നും ഇല്ലാതെ പരിശുദ്ധാത്മാവിൽ പൂരിതരായിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് പാരൻസ് കുട്ടികളെ കുർബാനയ്ക്ക് പോകണമെന്നൊരു ആഗ്രഹം പറയുകയാണെങ്കിൽ ഒരിക്കലും, പ്രത്യേകിച്ച് +1 +2 കുട്ടികളൊക്കെ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പാരൻസ് ബ്ലോക്ക് ചെയ്തേക്കരുത്. ഇപ്പോൾ പലരും പറയുന്നത് എന്നെ ബ്ലോക്ക് ചെയ്യല്ല, അവർ ഞായറാഴ്ച വരെ പോകണില്ല എന്നൊക്കെയാണ്. അവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക, സ്നേഹത്തോടെ നിർബന്ധിക്കുക. അങ്ങനെ ഏതെങ്കിലും കുട്ടികളൊക്കെ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ പാരൻസ് ഒരിക്കലും, കാരണം ഇന്ന് അവർ അമ്മ ഞങ്ങൾ പള്ളിയിൽ പോകാൻ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നമ്മളത് ബ്ലോക്ക് ചെയ്താൽ നാളെ നമ്മൾ പറഞ്ഞാലും പോകാത്ത ഒരു സമയം വരും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേക്കണത് കേട്ടോ. കുട്ടികളെ ആത്മീയ ശുശ്രൂഷകൾക്ക് സ്നേഹപൂർവ്വം പറഞ്ഞുവിടും. എന്നിട്ട് ഒരു മാർക്ക് കുറഞ്ഞാലും സാരമില്ല, ദൈവം അത് ബ്ലെസ്സിങ്, ആ കുറവ് ദൈവം ബ്ലെസ്സിങ് ആക്കിയിട്ട് മാറ്റും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റോമ 9:6 വചനം പറയാണ്, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലായാലും നമ്മൾ സെൻറ് മേരീസ് ധ്യാന കേന്ദ്രത്തിലേക്ക് ആയിരുന്ന സമയത്തൊക്കെ പ്രകടമായ വിധത്തിൽ ശരിക്കും ദൈവവചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ, യേശുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, യേശു വചനത്തിലൂടെ എങ്ങനെ ഇടപെട്ടു എന്ന് അനേകായിരങ്ങൾ കഴിഞ്ഞ 18 വർഷത്തെ ചില ശുശ്രൂഷ ജീവിതത്തിൽ അനേകായിരങ്ങൾ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം, പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു, കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു, അതിശയമെന്ന് ജനം പറയും വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. ജനങ്ങൾ അയ്യോ അങ്ങനെ സംഭവിച്ചോ? പ്രിയ സഹോദരൻ, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരും. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും ഈശോയെ വചനത്തിൻ്റെ വെളിപ്പെടുത്തൽ നൽകണമേ. പ്രത്യേകിച്ച് ദൈവവചനം വായിക്കാനായുള്ള കൃപ നൽകണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.